എവിടെയാ വഖുൽന അപ്പൊ എന്തായി പെണ്ണുങ്ങളൊരു വഴിക്കാക്കി ഞങ്ങള് പെണ്ണുങ്ങളൊരു വഴിക്കാക്കി നമ്മൾ. പെണ്ണുങ്ങളങ്ങനെ വഴിക്കാവുന്ന പെണ്ണുങ്ങളല്ല, പെണ്ണുങ്ങൾ ചോദിക്കുകയാണ് എന്തേ കാര്യം, എന്താ കാര്യം ഞങ്ങളങ്ങനെ പോകാൻ. അദ്ഹബ മാ റഅയ്തു അഹദൻ മാ റഅയ്തു മിൻ നാഖിസാതി അഖിലിൻ വദീനിൻ. അദ്ഹബ പോക്കിയതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അഥവാ എന്നുള്ളത് റഅയ്തുവിൽ രണ്ടാം മഫൂലായിട്ട് അലിംതു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അഹദിന് ശിവത്താക്കി കൊടുത്താലും മതി, കളയപ്പെട്ട അഹദിന്. അദ്ഹബ ലിലുബ്ബിർ റജുൽ, ലുബ് പറഞ്ഞാൽ അഖ്ലും കാമിലാണ്. മിൻ ലുബാ, ലുബാ ലുബാ എന്ന് പറഞ്ഞാൽ തന്നെ കഴമ്പായതിനാ ലുബ പറയാം. ലുബ് കഴമ്പ്. അപ്പൊ കഴമ്പാകുമ്പോ പിന്നെ അതിനകത്ത് കിസുറൊന്നും ഉണ്ടാവില്ല, തൊലിയൊന്നും കാണില്ല. പിന്നെ അങ്ങനത്തെ ആളാണ് അൽ ഹാസിം. മിൻ ഏതാക്കുന്ന നിങ്ങൾ എന്നൊരാളെക്കാൾ, നിങ്ങൾ ആണുങ്ങളെ വല്ലാതെ എന്താക്കളെ, മനസ്സിലായോ? ആണുങ്ങളെ നിങ്ങൾ പാട്ടിലാക്കി കളയും എന്നൊക്കെ പറയും. പിന്നെ ഹസ്മ ഇന്ന മിനൽ ഹസ്മി സൂഉൽ ളന്ന്. പിന്നെ എന്താ നീ പിന്നെ പറയും തഖുല്ല. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു വമാ നുഖ്സാനു ഞങ്ങളെ ദീനിന്റെ കുറവ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു പെണ്ണുങ്ങൾ. മനസ്സിലായില്ല. വാഖിലിന ഞങ്ങളുടെ ബുദ്ധിയുടെ കുറവും ഞങ്ങളുടെ ദീനിന്റെ കുറവും എന്താണെന്ന് ചോദിച്ചു. അപ്പൊ കാല തങ്ങൾ പറഞ്ഞു അലൈസ ഷഹാദത്തുൽ മർഅത്തി, ഒരു പെണ്ണിന്റെ ഷഹാദത്തല്ലേ മിസ്ല നിസ്ഫി ഷഹാദത്തുൽ റജുലി, ഒരു റജുലിന്റെ ഷഹാദത്തിന്റെ പകുതിയല്ലേന്ന് ചോദിച്ചു. ബുദ്ധി കുറവിന്റെ അടയാളാണ്. ഒരാണ് നിൽക്കേണ്ടടുത്ത് 2 പെണ്ണുങ്ങൾ വേണം, 2 ആണ് നിൽക്കേണ്ടടുത്ത് 4 പെണ്ണുങ്ങൾ വേണം, എന്നാലും സാക്ഷിയാക്കാൻ പറ്റുള്ളൂ. ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒന്നും മതിയല്ലോ, കൂടുതൽ വേണ്ടല്ലോ. അങ്ങനെ ഒരു മറുപടി കൊടുത്തു. പിന്നെന്താ അവ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു. അത് ശരിയാ, അത് കറക്റ്റാ. തങ്ങൾ പറഞ്ഞ അത് വളരെ കറക്റ്റാണ്. എന്താ അലൈസ ഷഹാദത്തുൽ മർഅത്തി നിസ്ഫ ഷഹാദത്തുർ റജുലി ഖുൽന ബല ഫദാലിക്കി എന്നാ ഫദാ ഖാല ഖുൽന ബല ഖാല ഫദാലി കുന്നാന്ന് പറയേണ്ടത് കുന്ന നമ്മൾ പറഞ്ഞിരിക്കണം. താലിക്ക് എന്നുള്ളത് ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഖിതാബായിക്കൊണ്ട് പറഞ്ഞതായിരിക്കും. അല്ല ഫദാലിക്ക് പെണ്ണെ ആ കാര്യം, അങ്ങനെയാണല്ലോ. പെണ്ണെ ആ കാര്യം എന്നല്ലേ താലിക്കെന്ന് പറയാം. ഖിതാബ് അനുസരിച്ചാണല്ലോ കാഫിനെ നമ്മൾ പറയാ. പെണ്ണെ ആ കാര്യം, ആ കാര്യം, പെണ്ണെ കി പെണ്ണെ ഫദാലിക്കുന്ന പെണ്ണുങ്ങളെ ആ കാര്യം എന്ന് പറഞ്ഞല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞെടുത്ത് വേണ്ട. പിന്നെ അങ്ങനെ ഫദാലിക്കീന്ന് വായിക്കാൻ പാടും. കാണുന്നുണ്ടോ നിങ്ങളെ കിതാബില്? എന്താ നിങ്ങൾ കാണു വായിച്ചെന്തായിരിക്കും?
മഅ അന്ന ദീനന വദീന الرجل واحد وكلنا معدودون من ذوي العقول. ഞങ്ങളൊക്കെ ബുദ്ധിമതികളായിട്ടാണല്ലോ ഞങ്ങളെ എണ്ണപ്പെടുന്നത്. ഞങ്ങളെ ദീനും ആണുങ്ങളെ ദീനും തന്നെ ഒന്ന് തന്നെയല്ലേ. പിന്നിപ്പോ എന്ത് ഞങ്ങളെ ദീനൊരു കുറവും ഞങ്ങളെ ബുദ്ധിക്കൊരു കുറവും കണ്ടാ? പെണ്ണുങ്ങളുമായിട്ട് വമാനുഖ്സാനു ദീനിനാ വാക്കില്ലാന്ന്. പെണ്ണുങ്ങളെ നല്ല പെണ്ണുങ്ങളായതുകൊണ്ട് ദീനെ മുന്തിച്ചു. നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അക്കലിനാന്നാ പറയേണ്ടത്. നല്ല പെണ്ണുങ്ങളായതുകൊണ്ട് ആദ്യം ദീനിലാരും മനസ്സിലാക്കട്ടെ എന്ന് പെണ്ണുങ്ങളാഗ്രഹമായി. അതുകൊണ്ടാണ് അങ്ങനെ നേരത്തെ പറഞ്ഞതെന്ന് ഖിലാഫ് ചെയ്തത് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. لعلهن خالفن ترتيب السابق الموافق للاحق إشارة إلى الاهتمام بأمر الدين. അല്ല അപ്പൊ ദീനിന്റെ കാര്യത്തിൽ വല്ല നുഖ്സാനും ഉണ്ടെങ്കിൽ വേഗം വീണ്ടെടുക്കാമല്ലോ. അപ്പൊ ആദ്യം ദീനിന്റെ കാര്യം പറയട്ടെ എന്ന്. പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങൾ മുഖ്ലിസീങ്ങളായി പറഞ്ഞു ഞങ്ങളെ ദീനിന് കുഴപ്പമുണ്ടോ? അതെന്തോ? അപ്പൊ ആ ദീനിനെ അവർ പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ദീനെ മുന്തിച്ചു എന്നതാണ് പറഞ്ഞത്. നല്ല പെണ്ണുങ്ങളാകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരും അതിനകത്ത് കാണല്ലോ, സഹാബി വനിതകളാണല്ലോ അകത്തല്ല. അപ്പൊ നിങ്ങൾ ആദ്യം ഏതിനെ മുന്തിച്ചേ? അതോ ദീനോ? ഞങ്ങൾ ദീന കുറവോ പേടിച്ചു. അതിലാണെന്ന് നോക്കണം. അല്ല പിന്നെ എന്തല്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടൊന്നും പറഞ്ഞതല്ല. അല്ല പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതിന് മറുപടി ഉണ്ടല്ലോ. ആകെപ്പാട് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കൊണ്ട് പെണ്ണുങ്ങളെല്ലാം കൊണ്ട് എള്ളങ്ങി അങ്ങോട്ട് മറിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചോദിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ അങ്ങനെയും പറയാം. പിന്നെ അപ്പൊ ഞമ്മക്ക് വീണ്ടെടുക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വീണ്ടെടുക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം ദീനിനെ മുന്തിച്ചതാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ തന്നെ മനസ്സിലായില്ലേ അക്കല് കുറവാണ്. നുബുവത്തിന്റെ കലാമല്ല നേരത്തെ പറഞ്ഞേ. മാറായിത്തു മിൻ നാഖിസാത്തി അഖ്ലിൻ വദീനിൻ എന്നല്ലേ ആദ്യം പറഞ്ഞേ. റസൂലുള്ളാഹിന്റെ വാക്കിൽ ഏതാ മുന്തിച്ചേ? അഖലിനല്ലേ മുന്തിച്ചേ? പിന്നെ ദീനിനല്ലേ മുന്തിച്ചേ? പെണ്ണുങ്ങൾ ചോദിച്ചപ്പോ എങ്ങനെ മുന്തിച്ചേ? അപ്പൊ തന്നെ മനസ്സിലായില്ല കുറവാന്ന്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറവാന്ന്. എന്താ അങ്ങനെയും പറയാം. പിന്നെ മറ്റതും പറയാം. മറ്റേത് പറയുമ്പോൾ നമുക്ക് അവരെ പറ്റി നല്ല ബുദ്ധി നല്ല പെണ്ണുങ്ങളാണ് വിചാരിക്കുമ്പോൾ ഏത് ദീനെ മുന്തിച്ചത് ഇഹ്തിമാമെന്ന നിലയിലാണ്. മനസ്സിലായില്ല? പിന്നെ നുബുവത്തിന്റെ കലാമ് അത് അതിന്റെ 100% ഫിറ്റാകണമെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കാവൂ. എങ്ങനെ ചോദിക്കാവൂ? ആദ്യം ദീനെ ചോദിക്കാം, പിന്നെ ഏത് ചോദിക്കാവൂ? അക്കല് ചോദിക്കാം. കാരണം പെണ്ണുങ്ങളെ പറ്റി അക്കല് കുറഞ്ഞു വരുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ആ അക്കല് കുറവ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ലാഹിറാവട്ടെ. അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാവും? എന്തും പറയാം. നിങ്ങൾ അങ്ങനെയും പറഞ്ഞോളൂ. ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഔ ഈമാവുനില നുഖ്സാനി അക്കലിൻ ഹൈതു മാ റാഅയ്ന. പെണ്ണുങ്ങൾ ഗവനിച്ചില്ലല്ലോ കലാമൻ നുബുവത്തി, നുബുവത്തിന്റെ കലാമിനെ പെണ്ണുങ്ങൾ ഗവനിച്ചില്ല. വമാ ഫഹിംന വജ്ഹ തർതീബി, ആ തർത്തീബിന്റെ വജീനെ പെണ്ണുങ്ങൾ മനസ്സിലാക്കിയതുമില്ല. കണ്ട മിൻ അന്ന നുഖ്സാനൽ അഖ്ലി അംറുൻ ജിബില്ലിയുൻ. മനസ്സിലായില്ല? അഖ്ലിന്റെ നുഖ്സാന് ജിബില്ലിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞേതാ? അഖ്ലാണ്. തങ്ങൾ വലിയ ബുദ്ധിമാനായതുകൊണ്ട് അതേ പറയുള്ളൂ. ഞങ്ങൾ വമ്പൻ ബുദ്ധിക്കാരനാണല്ലോ. ഇനി അതേപോലെ ബുദ്ധിമാനെ ലോകത്ത് കിട്ടത്തില്ല. ദീനൊക്കെ പിന്നെ വരുന്നല്ലേ മനുഷ്യന്മാർക്ക്. മനുഷ്യന്മാരിൽ ആദ്യം വജൂദാവുന്ന ഏതാണ്? ദീനാണോ? ആണോ? അല്ല. തബഈയായ നിലയിൽ ആദ്യം മനുഷ്യന്മാർക്കുണ്ടാവുന്ന ഏതാ? അഖ്ലല്ലേ. പിന്നല്ലേ ദീനുമില്ല. ജിബില്ലിയായ നിലയിലും പ്രാകൃതികമായ നിലയിലും പ്രകൃതപരമായിക്കൊണ്ടും എല്ലാം ആദ്യമായിട്ടുണ്ടാകുന്ന ഏതാ? വജൂദ് എന്ന നിലയിൽ അഖ്ലാണ്. അതുകൊണ്ട് വജൂദ് എന്ന നിലയിൽ അഖ്ലായതുകൊണ്ട് തന്നെ പിന്നാലെ നബി ഭയങ്കര അഖലായ നബി. നബിയേക്കാൾ ലാ അഖല വലാ അത്തമ്മ വലാ ഇലമ എന്ന് സുബ്ഹാന മൗലിദ് വെറുതെ പറയുന്നതല്ല. തങ്ങൾ ആദ്യം ഇതിനെ മുന്തിച്ചതിന്റെ കാര്യം അതാണ്.
അംറുൻ ജിബില്ലിയുൻ മുഖദ്ദമുൻ ഫിൽ വജൂദ് നുഖ്സാനുദ്ദീനി അംറുൻ ഹാദിഥൂൻ. കണ്ട തിരിഞ്ഞില്ല? അതാണ് ഭയങ്കര പെണ്ണുങ്ങളാണ്. അങ്ങനെയൊക്കെ നമുക്ക് അവിടെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും മനുഷ്യന്മാർക്കൊക്കെ. അല്ല, പെണ്ണുങ്ങളെ കുറ്റം പറയാനും ഉണ്ടാവും, പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണെന്ന് പറയാനും ഉണ്ടാവും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബുദ്ധി ഭയങ്കര ബുദ്ധിയാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റാത്ത പെണ്ണുങ്ങളാണ് എന്നും ഉണ്ടാവും. അങ്ങനെയൊക്കെ ആ വാക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. പറയുന്നവർക്കൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം, നേരെ വെളുത്ത് വൈകുന്നേരം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാലും തീരില്ല. പിന്നാലെ നബിയുടെ കലാമല്ലേ. അപ്പൊ അതിന് എന്തെല്ലാം രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. അതൊക്കെ നല്ല കൂലി കിട്ടുന്ന കാര്യം. അല്ലെങ്കിൽ പരിഭാഷ പഠിച്ചോണ്ട് പോയിക്കോളി. മിഷ്കാത്തിന്റെ പരിഭാഷ ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെയാണ് വലിയ ഇറക്കിയെന്നു മിഷ്കാത്തിന്റെ പരിഭാഷ. ഔലി അന്നൽ ഗാലിബ ഇന്നമാ യൻശഉ നുഖ്സാനുദ്ദീൻ മിൻ നുഖ്സാനിൽ അഖ്ൽ. അങ്ങനെ പറയാം, അഖ്ലിന്റെ നുഖ്സാനിനാലാണ് ദീനിന്റെ നുഖ്സാൻ വരിക. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ثم هذا السؤال من حذاقة أولئك العذرات. അല്ല, നല്ല ബുദ്ധിമതികളായ പെണ്ണുങ്ങളാണ് ചോദിച്ചത്, നല്ല ബമ്പം പെണ്ണുങ്ങളാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പെണ്ണുങ്ങളെ പറ്റി നല്ല മധുരമൊക്കെ പറഞ്ഞിരുന്നു. തിരിഞ്ഞോ? ഭയങ്കര മധുരമൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ പറ്റി. നല്ല പെണ്ണുങ്ങളാണ് നിങ്ങൾ, ഖൈറു നിസായിൻ, പെണ്ണുങ്ങൾ വെച്ചിട്ട് ഖൈറായ പെണ്ണുങ്ങളാണ്, എന്ത് വിഷയമാണ് ചോദിച്ചു പഠിക്കുന്ന പെണ്ണുങ്ങളാണ് എന്നൊക്കെ പറയും. നല്ല മൗലിദൊക്കെ പറയുന്നതൊക്കെ പിരി കുട്ടിയാൻ വേണമല്ലോ. അല്ല പിന്നെ അവരെ കേടാക്കി പറഞ്ഞാൽ പിരി കൊടുക്കും. ഇതൊക്കെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏട്ടാ, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ ലം യംനഉഹുന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ. ലജ്ജ എന്ന് പറയുന്ന സംഗതി അവരെ തടഞ്ഞിട്ടില്ല ദീൻ കാര്യത്തിൽ ചോദിച്ചു പഠിക്കുന്നതിന്. നല്ല പെണ്ണുങ്ങളാണ് അൻസാരികളായ പെണ്ണുങ്ങൾ എന്നൊക്കെ റസൂലുള്ളാഹി നല്ല സോപ്പിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞിരിക്കണം. അപ്പൊ പെണ്ണുങ്ങൾ രണ്ടു മുഴം മൊന്തിക്കാണോ അപ്പോഴത്തേക്ക്. ഏതായാലും പറഞ്ഞതിനകത്ത് ക്ലാസ് എടുക്കുന്ന മുസ്ലിയാരോട് എന്ത് ചെയ്യാം? വിഷയം മനസ്സിലായില്ല എങ്കിൽ ഉസ്താദിനോട് മുഅല്ലിമിനോട് മുറാജഅത്ത് ചെയ്യാം എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധി കുറഞ്ഞത്, എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെ ദീൻ കുറഞ്ഞത്? അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് മുഅല്ലിം എന്ത് വേണം? പറഞ്ഞു കൊടുക്കണം, കാര്യം പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് തിരിയത്തില്ല, അത് വലിയ ഏതാണ്ട് കോത്താബിയെന്ന് പറഞ്ഞിട്ട് പോവില്ല. അവിടെ പറഞ്ഞു കൊടുക്കണം, പറ്റുന്ന അങ്ങോട്ട്. അല്ലെ അവിടെ നിർത്തിയിട്ട് ആരോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. എന്തിനാ ഇൽമിന്റെ വിഷയത്തിൽ ലജ്ജ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ലജ്ജാനൊന്നും പാടില്ല. അപ്പൊ തങ്ങളങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചു. പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അലൈസ ശഹാദത്തുൽ മർഅത്തി മിസ്ല നിസ്ബി ശഹാദത്തി റജുലി ഫഇല്ലം യകൂനാ റജുലൈനി. അല്ല, ഫഇല്ലം യകൂനാ റജുലൈനി വറജുലുൻ ഫറജുലും വംറഅതാൻ എന്നങ്ങോട്ട് ആയത്തില്ല. മനസ്സില്ല, രണ്ട് പുരുഷന്മാരില്ല എങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും എന്ന ആയത്തിനകത്തുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞല്ല, മനസ്സിലായില്ല? അങ്ങനെ ആയത്തിനകത്തില്ല ഉള്ളനെ. എന്താണ് ഫഇല്ലം യകൂനാ റജുലൈനി ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർളൂന മിന ശുഹദാഇ അൻ തദില്ല ഇഹ്ദാഹുമാ. എത്ര ഏത് സൂറത്താ അത് കേൾക്കില്ല ഉസ്താദ്? ബഖറ അല്ല അർബ. മാഷാ അല്ലാഹ്. അവിടെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞെടുത്തതാണ്. മിമ്മൻ തർളൂന മിന ശുഹദാഇ. എന്തേ കാര്യം പെണ്ണ് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞാൽ തദില്ല ഇഹ്ദാഹുമാ. ചിലപ്പോൾ അയാൾക്ക് പേയ്ക്കാം. അത് മറ്റോള് ഓർമ്മപ്പെടുത്തി കൊടുക്കും. എന്തതില്ല ഇഹ്ദാഹുമാ വതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ ആയത്തിനകത്തുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആണുങ്ങളില്ലെങ്കിൽ ഒരാണിനെയും
രണ്ട് പെണ്ണുങ്ങളെ ആക്കിക്കുന്നത്. അപ്പോൾ 2 പേരുടെ സ്ഥാനത്ത് ഒരാളുടെ സ്ഥാനത്ത് 2 പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ബുദ്ധി കുറഞ്ഞിട്ടല്ലേ അങ്ങനെ ആയത് എന്നാണ്. അല്ല അപ്പൊ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു ബലാന്ന്. അതങ്ങനെ അല്ലാതെ അല്ല, അങ്ങനെ തന്നെയാണ്. അല്ല പിന്നെ കാല കദാലിക്ക് ഫദാലിക്ക് ഫദാലിക്ക് വായിക്കാം. അല്ല ദാലിക്ക് വായിക്കണം. ഇഷാറത്തിനിരൽ ഹുക്കുമി സാബിഖ്, ദാ എന്നുള്ള ഇഷാറത്താണ്. സാബിഖായ വിധിയിലേക്ക് ഇഷാറത്ത്. ഫൽകാബിന് ഖിതാബിൽ ആമ്മി വയഅ്തമിലു അൽ കസർ. അല്ല ഫലിദാലം യഖുൽ ദാലികുന്ന എന്ന് പറഞ്ഞില്ല. മഅ കൗനിൽ ഖിതാബിൽ ഇന്നിസായി. പിന്നെ യജൂസ് ഫത്ഹുഹു അലാ അന്നഹു ഖിതാബുൻ ലിൽ ആമ്മി. അതൊരു തുമ്പില്ലാത്ത ഫത്താണ്. പെണ്ണുങ്ങളോടല്ലേ തങ്ങൾ വർത്താനം പറയുന്നത്. അപ്പൊ പിന്നെ പെണ്ണുങ്ങളോട് എങ്ങനെ ഖിതാബ് ചെയ്യണമെന്ന് റസൂലുള്ളാഹിക്ക് അറിഞ്ഞൂടെ? മനസ്സിലായില്ലേ? കാല പിന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇനിയിപ്പോ പിന്നെ വേറെ ഒന്നും ചോദിച്ചല്ലോ. എന്തായിരിക്കും ചോദിച്ചേ? പിന്നെ വേറെ ഏതാ ചോദിച്ചേ? ദീനിന്റെ നുഖ്സാൻ എന്താന്ന് ചോദിച്ചേ. അമ്മാ നുഖ്സാനു ദീനിന, ദീനെന്ന് അവിടെ വാക്ക് പോയിച്ച ഇസ്ലാമിനും ഈമാനിനും എല്ലാം ദീനെന്ന് പറയും. മനസ്സിലായില്ല? അമാലുകൾക്കും ദീനെന്ന് പറയും. എന്നൊക്കെ പറയാൻ നമ്മൾ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കണം. ഇനി പറഞ്ഞിട്ട് പറയേണ്ടതില്ലല്ലോ. പിന്നെ കാല തങ്ങൾ ചോദിച്ചു അലൈസ കാര്യമല്ലേ? അലൈസ കാര്യമല്ലേ? എന്താ കാര്യം? ഇതാ ഹാലത്ത് ഒരു പെണ്ണ് അയലുകാരിയായാല് അല്ല അലൈസ കാര്യമല്ലേ? ഇതാ ഹാലത്ത് ഒരു പെണ്ണ് അയലുകാരിയായാൽ ലം തുസല്ലി ഓൾ നിക്കരിക്കോ? ഇല്ല. വലം തസും ഓൾ നോമ്പ് വെക്കോ? ഇല്ല. പെണ്ണുങ്ങൾ പറഞ്ഞു ബലാ, അങ്ങനല്ലാതെ അല്ല, അങ്ങനെ തന്നെയാണ്. നിസ്കരിക്കില്ല, നോമ്പും പിടിക്കില്ല. അപ്പൊ എന്താ എന്തെങ്കിലും കുറഞ്ഞ അടയാളല്ലേ അത്? കാല പെണ്ണുങ്ങൾ പറഞ്ഞു ബല അല്ല കുല്ല പെണ്ണുങ്ങൾ ബലാന്നുണ്ട്. എന്നാ പിന്നെ അത് തന്നെയാണ് നിങ്ങളെ ദീനക്ക് ചുരുങ്ങിയെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളെ എന്റെ മേലും ഇങ്ങോട്ട് തട്ടിക്കാനാൻ നടക്കണ്ടാവും. അതെ ഫദാലിക്ക് കൗനുക വൈറു മുസല്ലിയത്തിൻ വലാ സായിമത്തിൻ. അദാലിക്ക് ദാ എന്നുള്ള ഇഷാറത്തെ ലം തുസല്ലി എന്നറിയപ്പെട്ട അദ്മുസ്സലാത്ത്, ലം തസും എന്നറിയപ്പെട്ട അദ്മുസ്സവും, ദാ ആ അദ്മുസ്സവും ആ നിസ്കാരമില്ലായ്മയും കി ഏ വെണ്ണയെന്ന് കണ്ടാ. ഫദാലിക്ക് മിൻ നുഖ്സാനി ദീനിഹാ കണ്ടാ. ഓളുടെ അല്ലെ ദീനിക്ക് എന്ന് പറയാം, പെണ്ണുങ്ങളുടെ കണ്ടാ, പെണ്ണിന്റെ ദീനിന്റെ നുഖ്സാന്റെ മേലറിയിക്കുന്നതാണ്. കണ്ടാ ലിഅന്നഹാ ഹുരിമത്ത് ഓൾക്ക് തടയപ്പെടുന്നു. മിൻ സവാബി സ്വലാത്തി നിസ്കാരത്തിന്റെ സവാബിനെ തടയപ്പെടുന്നു. കണ്ടാ ഫഇന്നഹാ ലാ തഖ്ളി ഓള് വീട്ടണ്ട. വമിൻ കമാലി സവാബി സൗമി കണ്ടാ ഒരിടത്ത് നിസ്കാരത്തിന്റെ സവാബ് തടയപ്പെട്ടു, മറ്റിടത്ത് കമാലു സൗമിന്റെ കമാല് തടയപ്പെട്ടു. സൗമിന്റെ കമാല് കിട്ടണമെങ്കിൽ എന്ത് വേണം? റമദാൻ മാസത്തിൽ തന്നെ ആകണം. മനസ്സിലായില്ല? റമദാനിന്റെ പവർ റമദാന് ശേഷം വീട്ടുന്നതിന് കിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ രണ്ട് വിഷയത്തിലേക്കാണ്. ഒന്ന് അതിന്റെ സവാബ് തന്നെ ഇല്ല, ഏതിന്റെ നിസ്കാരത്തിന്റെ സവാബ് തന്നെ വിലങ്ങപ്പെട്ടുപോയി. മനസ്സിലായില്ലേ? കാരണം ആറ്റിങ്ങൾക്ക് അത് വേണ്ട, ആറ്റിങ്ങൾക്ക് ഇല്ല. ഹുരിമത്ത് മീൻ സവാബി സ്വലാത്തി എന്തിനാന്ന് പറയുന്നത് വെച്ചാല് ചില മുസാഫിരീങ്ങൾ, അതേപ്രകാരം തന്നെ ചില മരീലുകൾ, അവർക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഐറ്റിങ്ങള് ദീനിന്റെ മുറ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. ഇപ്പോൾ സാഹചര്യം വന്നപ്പോൾ അത്ര ചെയ്യാൻ പറ്റുന്നില്ല, അശക്തനായിപ്പോയി. എന്നാലും അവന് സവാബ് എഴുതപ്പെടും. മനസ്സിലായില്ല? അങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ കണ്ടുപിടുത്തില്ല. പെണ്ണുങ്ങൾക്ക് ജിമില്ലാ നിലയിൽ ചെയ്ത് കൊടുത്തിരിക്കുക. യാത്രക്കാരനായതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തില്ല, ലൊഹർ 4 നിക്കരിച്ചില്ല, 2 നിക്കരിച്ചുള്ളൂ. 2 നിക്കരിക്കാൻ എന്നോട് കൽപ്പനയുള്ളൂ.
ഞാൻ വലിയ സൂഫിയാന്ന് നാലാട്ട് നിസ്കരിക്കാനും പറ്റില്ല. ലയ്യുഷാക്കദ്ദീന ഇല്ല വലബഹുന, ദീനിനോട് ആരും സിദ്ധത്ത് കാണിക്കുന്നില്ല. ഇല്ല വലബഹു, ദീൻ അവനെ പരാജയപ്പെടുത്തും. ദീനിന് റുഖ്സ വെച്ചിട്ടുണ്ട്. ദീനാണ് റുഖ്സ. വെള്ളം കലങ്ങി ദീനിന് റുഖ്സ വെച്ചിട്ടുണ്ട്. ദീനിന് റുഖ്സയുണ്ട്, മനസ്സിലായില്ല? ആ റുഖ്സ നമ്മൾ എടുക്കണമെന്നതാണ്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളിന് വേണ്ട 2 മതി. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2 സമയത്ത് നിൽക്കിരിക്കണ്ട, ഒരു സമയത്ത് നിൽക്കാൻ. ഞാനിപ്പോ 4 ഇരിക്കുന്നുള്ളൂ, എന്തിനാ വെറുതെ കളയുന്ന 2? മനസ്സിലായില്ല? ഞാനിപ്പോ 2 വക്കത്തിന് നിൽക്കുന്നു, എന്തിനാ? അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആരും ഇടിക്കത്തും പഠിക്കുന്നൊന്നുമില്ല. പക്ഷെ കൂടുതൽ നാൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ദീനിനോടുള്ള ഒരു ചെറിയൊരു നീരസം കാണിക്കലാണ്. നമുക്ക് ദീൻ പറഞ്ഞു തന്നെയാണല്ലോ 4 വേണ്ട 2 മതി. മനസ്സിലായില്ല? ആ മുസാഫിനെ സംബന്ധിച്ചിടത്തോളം 4 ഇക്കരിച്ചില്ലെങ്കിലും 2 ഇക്കരിച്ചുള്ളെങ്കിലും 4 കൂലി എഴുതും. കാരണം ഇപ്പോൾ അവന് ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടമായത് കൊണ്ടാണ് 4 നിസ്കരിക്കാത്തത്. തിരിഞ്ഞോ? അതേ കണക്കുള്ള സവാബ് എഴുതപ്പെടുകയില്ല ആർക്ക്? ഹൈദുകാരിയായ പെണ്ണിന്. തിരിഞ്ഞോ? ഇന്നും ചോദിക്കും, അവളും ചെയ്തെന്ന് ചോദിക്കും. ജിബില്ലായിട്ട് വന്ന അങ്ങനെ നിങ്ങൾക്ക് അത്ര മതിയുടെ എന്താ അതതിന്റെ മേന, മനസ്സിലായോ? പിന്നെ മിൻ സവാബി, അപ്പൊ അന്നഹാ ഹുരിമത്ത് മിൻ സവാബി സലാത്തി ഫൈനാ ലാ തഖ്ദി, അതനക്കല്ലോ മിൻ കമാലി സവാബി സൗമി ഹൈദു ലം യഖഅ ഫീ വഖ്തിൽ ഫളീല മഅ മുശാറകത്തിൽ മുഅ്മിനീൻ. മറ്റുള്ള മുഅ്മിനീങ്ങളൊക്കെ ആ സമയത്ത് നോമ്പിലാണ്. അങ്ങനെ നിങ്ങൾക്ക് കൂടാൻ പറ്റുന്നില്ലല്ലോ. പെണ്ണുങ്ങളൊക്കെ ചോദിച്ചാൽ ഞങ്ങളല്ലോ ചെയ്തത് അല്ലേ? നിങ്ങൾക്ക് അന്നേരം കൂടാൻ പറ്റുന്നില്ലല്ലോ. ഫിത്താഅത്തി എന്താ فلعل هذا وجه إيراده في هذا الباب والله أعلم بالصواب. ഇതേത് ബാബ്? ബാബ് ഏതാ? ബാബൊക്കെ മറന്നുപോയി. ഈമാനല്ലേ? അത് തന്നെ. അതുകൊണ്ടായിരിക്കും ഈ ബാബിലെ അതീതിനെ കൊണ്ടുവന്ന ആൾക്കാർ പറയും എന്താ? ലം തുസല്ലി വലം തസും ഖുൽന ബല ഖാല ഫദാലിക من نقصان دينها لأن الدين والإيمان والإسلام كل منا يطلق على الأعمال. അമലിന്റെ മേലെല്ലാം പറയാൻ ദീൻ എന്ന് പറയാം, ഈമാൻ എന്ന് പറയാം, ഇസ്ലാം എന്ന് പറയാം. ഫബിസിയാദത്തിക അമാലുകൾ ഏറൽ കൊണ്ട് തസീദു ദീനേറും വബിനുഖ്സാനിയ തൻഖുസു. കണ്ടാ? സവാഉൻ കാന മഅ ഇസ്മിൻ, ഇസ്മോട് കൂടിയാലും ശരിക്ക തർക്കി വാജിബിൻ ഐനിയിൻ മുളയ്യിഖിൻ ബിലാ ഉദ്രിൻ ഔലാ മഅഹു കതർക്കിൽ ജുമുഅത്തി മിമ്മൻ ലാ യൽസമുഹു ഔ മഅ വുജൂബി തർക്കി കതർക്കിൽ ഹായിലി അസ്സലാത്ത വസ്സൗമി. കണ്ടാ? അല്ല അസ്സലാത്ത വസ്സൗമ എന്ന് ഇന്നമാലം തുസുബത്ത് അലൈഹിമ. കണ്ടാ? സവാബ് കിട്ടപ്പെടില്ല. കൽ മുസാഫിരി വൽ മരീദി അൽ മദ്കൂറൈനി ഫീ ഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരു ദാസൻ രോഗിയായി അല്ലെങ്കിൽ അയാൾ യാത്ര പോയാല് കുത്തിബ ലഹു, അയാൾക്ക് എഴുതപ്പെടും മാ കാന യഅമലു സഹീഹൻ, സഹീഹൻ മുഖീമൻ, സഹീഹായ നിലയിൽ അയാൾ ചെയ്തതും യാത്രക്കാരനല്ലാത്ത നാട്ടിൽ താമസിക്കുന്നവനായ നിലയിൽ അയാൾ ചെയ്തതും അയാൾക്ക് എഴുതപ്പെടും. എന്റെ സവാബിന്റെയും എഴുതപ്പെടും. അപ്പൊ അതുകൊണ്ട് ജീവിതകാലത്തിൽ നല്ലോണം ജീവിക്കണം. പിന്നെ കുറെ കഴിയുമ്പോൾ കടന്നു പോകും. അപ്പൊ നമ്മൾ വിഷമിക്കണ്ട, നമുക്ക് വിഷമിക്കാൻ ആവശ്യം വരത്തില്ല. ജുമയ്ക്ക് പോയോ പറയാൻ പറ്റുന്നില്ല, ആയിട്ടുള്ളവും പോയില്ലയോ, മദീനി പോയെന്ന് മതി, പോകാൻ പറ്റാത്തോണ്ടല്ലേ. നിങ്ങൾക്ക് ജുമയുടെ കൂലി കിട്ടില്ല, എന്തിനങ്ങൾ ബേജാറാവണ്ട എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ജീവിതകാലത്തില് അമലുകൾക്ക് കോട്ടം തട്ടാതിരിക്കണം. നല്ല ആഫിയത്തുള്ളവർ നല്ല ഇബാദത്തെടുത്തോണം. അപ്പൊ എന്ത് ചെയ്യും? ആഫിയത്ത് കുറയുമ്പോഴും വയസ്സനായി കിടക്കുമ്പോഴും കട്ടലിയെ കിടക്കുന്നു കണ്ടില്ല, മറ്റേ കാക്കടന്ന് കിടക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇത് കുറയാൻ കഴിയുമ്പോൾ ഇതെല്ലാം പോകും. ഇതിന്റെ ബോധം പോലും ഇല്ലാതെ ഒന്നാമത്തെ അങ്ങനെ ആക്കാതിരിക്കട്ടെ. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ 2 കാര്യമാണ്. ഒന്ന് ഖുർആൻ കൊണ്ട് ജോലിയാകണം, അല്ലെങ്കിൽ അദ്കാറുകൾ കൊണ്ട് ജോലിയാണ്. അപ്പൊ പിന്നെ ഓർമ്മ പോകത്തില്ല. നമ്മൾ ഉസ്താമാരൊക്കെ വഫാത്താകുമ്പോഴേക്കും അവർക്ക് ഓർമ്മ പോയിട്ടില്ല. അവര് കളിച്ചും ചിരിച്ചു പെണ്ണുമ്പിള്ള ഇഞ്ഞിട്ടോ, വെള്ളിയാഴ്ച രാവിലെ വിളിച്ചിട്ട് ഇഞ്ഞിട്ടോ, ഞാനിപ്പം മരിക്കും, ഇവിടെ അങ്ങനെ വേളൊന്നും ഉണ്ടാക്കല്ലോ,
ഞാൻ മരിച്ച ഉടനെ നല്ലൊരു വെള്ള തുണി എടുത്തങ്ങ് മൂടിയിട്ടേക്കണം. മനസ്സിലായി? അപ്പോഴത്തേക്ക് ഒരാൾ വരും, അയാളെ അറിയിച്ചോളൂ എല്ലായിടത്തും. അങ്ങനെ നമ്മളെ തന്നെ ഇപ്പം മരിച്ച അള്ളാഹു തആല അങ്ങനെ മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായി? മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഭാര്യയെ വിളിച്ചു പറയുന്നു, ഞാനിപ്പം മരിക്കും. ഈ ഹസൻ ഉസ്താദ് അങ്ങനെ മരിച്ചത്. മനസ്സിലായി? ഇതൊക്കെ അലിമീങ്ങളും വലിയ ഔലിയാക്കന്മാരുമാണ്. ഹസൻ ഉസ്താദിന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു കാലയിൽ. ശരിയോ? അപ്പൊ അങ്ങനെ കൈ അടിച്ചു ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദിന്റെ ഭാര്യയുണ്ട്, അവർ രണ്ടുപേരും ഉള്ളവിടെ. അപ്പൊ ഇങ്ങനെ ആക്കി ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. മരിക്കുമ്പോഴും സുന്നത്ത് എടുത്തിട്ട് മരിച്ചാണ്. അല്ല, ഇൽമിന്റെ പവർ. ഈ ഹസൻ ഉസ്താദ് അങ്ങനെയായിരുന്നു മരിച്ചത്. അങ്ങനെ വേഗം പിടിച്ചോണ്ട് പോയി. അപ്പോൾ കാലൊന്നും പിടിക്കുന്നില്ല, കാലൊക്കെ ഇഴകിയ അന്നേരം. മനസ്സിലായി? കൊണ്ടുവന്ന് മരിച്ചൊക്കെ ഉസ്താദ് മരിച്ചു. അള്ളാഹു കൊടുത്ത് തടഞ്ഞു. അപ്പൊ അങ്ങനെ നല്ല ബോധത്തോടുകൂടി നല്ല യഖ്ദത്തിലായ നിലയിൽ മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മരിക്കുമ്പോഴേ രസമുള്ളത്. എല്ലാം ഓർമ്മയില്ലാതെ ഓർമ്മ കെട്ട് ഇങ്ങനെ വെച്ചാൽ പിന്നെ എന്തിനുള്ള നമ്മൾ തിരിഞ്ഞോ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നല്ലോണം അധ്വാനിക്കണം. ഓക്കെ ഉസ്താദൊക്കെ അങ്ങനെ ആയിരുന്നു. മനസ്സിലായില്ലേ? ഖുർആൻ എപ്പോഴും ചൂലാവും. അതുകൊണ്ട് ഓരോക്കെ മരിക്കുന്നവർക്ക് പേജാറുമില്ല, പേടിയില്ല. അവരൊക്കെ ഒരാഴ്ച മുമ്പ് എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് ഒരുക്കിയിട്ടേനെ, അവിടെ വെള്ളമൊക്കെ നിറച്ചിട്ടേക്ക് ഹൗദിലൊക്കെ. ഓക്കെ ഉസ്താദ് പറഞ്ഞു, എല്ലായിടത്തും വെള്ളം നിറച്ചിട്ടേക്ക്, ഇവിടെയൊക്കെ ഈ പോച്ചയൊക്കെ ചെത്തികളെ എല്ലാം പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ പത്തേ. മനസ്സിലായി? എന്താ ഹൗദിലൊക്കെ വെള്ളം നിറച്ചിട്ടൊക്കെ പറഞ്ഞ ആൾക്കാർ ഊന്ന് കൊടുക്കാൻ വേണ്ടി വരും, വെള്ളം വേണമല്ലോ. എല്ലാം ചെയ്തു. അങ്ങനെയാണ് അതിന്റെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വേണം. അന്നഹുമാ കാന നാവിയൈനി, ഈ സഹീഹും ഈ മുസ്ലിമും കരുതിയവരാണ് ദവാമൽ അമലി മഅ തഅഖുലിഹിമാ ലഹു ഫലം യുഹറമാ സവാബുഹു ബിൻഖിതാഇഹിമാ ബിൽ ഉദ്ർ നദറൻ ലിന്നിയത്തിൽ മുസ്തസ്ഹിബത്തി ബിഖിലാഫിൽ ആയദ്. കണ്ടാ? ബിഖിലാഫിൽ ആയദ് ഫഇന്ന തകല്ലുഫഹാ ബിത്തർകി മിനൽ ഹൈദി يمنع من إثباتها على الفعل إذ لا نية هنا تستصحب ومن ثم لو كان لذينك هذا أي تيجا كونتنجن تاني أعمال لم ينويا إدامتها متفق عليه إليه وفيه كثيرة حديثنا تربار قالين പറയാനുണ്ട്. ഒന്ന് കുഫർ പറഞ്ഞു. കുഫറിനെ പറഞ്ഞില്ലേ? യക്ഫുർനൽ അശീറ എന്ന് പറഞ്ഞില്ലേ? നിഅമത്തിനെ നിഷേധിക്കുന്നവർക്ക്, നന്മകൾ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് കാഫിർ എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. കാഫിർ എന്റെ കാഫിർ എന്ന് വിളിച്ചു. എന്ത് കാഫിർ എന്ന് വിളിച്ചു? കാഫിർ എന്ന് വെച്ചാൽ നിയമത്തിനെ നിഷേധിച്ചെന്നല്ല അർത്ഥം. മനസ്സിലായില്ല? അങ്ങനെ ഈക്കാർ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളെ അവൻ കാഫിറാണെന്ന് പറയും. അവൻ കാഫിറോൺ എന്ന് പറഞ്ഞാൽ അത് ഒരാളെ വാക്ക് ഇക്കാറ്റേതാണ്. മനസ്സിലായില്ല? സി എം മൂപ്പരെ വാക്ക് ഹിക്കായത്തേതാണ്. ആരും ഉള്ള ആൾ നിങ്ങൾ പാപ്പ. മനസ്സിലായേ? കാഫിർ എന്ന് പറഞ്ഞാൽ ഉടനെ മറ്റേ അർത്ഥം കൂടി എന്നാൽ പിന്നെ എന്ത് ചെയ്യും? കാഫിർ നല്ല അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് അതിന് നന്ദി ചെയ്യാത്ത ആളാണ് എന്നാ എന്റെ അർത്ഥം. നല്ല സുന്നത്തെ മാറ്റൊക്കെ നല്ലോണം പറയാൻ പറ്റിയ ആൾ പിന്നെ രാഷ്ട്രീയക്കാരെ കൂടെ കൂടിയാൽ അയാളെ പറ്റി എന്ത് ചെയ്തു? കാഫിർ എന്ന് പറഞ്ഞു പോയി. ഓ ഞങ്ങളെ കാഫിറാക്കി, ഈക്കാരെ കാഫിറാക്കി എന്ന് പറഞ്ഞ് യോഗം ഉണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം. കുഫർ എന്നുള്ളത് ഇത്തലാഖ് ചെയ്യാവുന്ന ഹദീസിനകത്തുള്ളതല്ലേ. ആ കുഫറിന്റെ അർത്ഥം എന്താണ്? മുശ്രിക്കാണെന്നാണ് അതിന്റെ അർത്ഥം. അതല്ലല്ലോ. പിന്നെന്താ അർത്ഥം? കുഫ്റാനുൻ നിഅമത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്ലാഖുൽ കുഫർ അലാ കുഫറിൻ നിഅമ. അതേ പ്രകാരം തന്നെ ബഅദുൽ ഇമാം വൽ ആലിം, പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെ വഅദ് പറഞ്ഞു കൊടുക്കണം റഇയ്യത്തഹു, അവരുടെ ഭരണാധികാരികൾക്ക്, അല്ല ഭരണീയർക്ക്. അതല്ലേ റസൂൽ ചെയ്തത്. നമ്മൾ വഅദ് പറഞ്ഞു കൊടുത്തില്ലേ? വതഹരീലുഹും, അവരെ പ്രേരിപ്പിക്കണം അലാ ഫിഇലി മാ യൻഫഉഹും, അവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നിന്റെ പ്രവൃത്തിയുടെ മേൽ പ്രേരിപ്പിക്കണം. ഫിദ്ദുന്യ വൽ ആഖിറ. വതഹദീറുഹും, അവരെ ഭയപ്പെടുത്തണം. മിമ്മാ യദുറുഹും, മനസ്സിലായില്ലേ? അവർക്ക് ദർറാവുന്ന നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ പറഞ്ഞില്ലേ? ലാ തുശ്രികു ബില്ലാഹ് അങ്ങനെ പറഞ്ഞില്ലേ?
സിന ചെയ്യാൻ പാടില്ല, അങ്ങനാക്കി ഇങ്ങനാക്കി പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു കൊടുക്കണം. വശിദ്ദത്തി തഹ്രീമി കുഫ്റാനിൽ ഹുഖൂഖി വൽ ലഅൻ, ലഅനത്ത് ചെയ്യാൻ പാടില്ല, അതൊക്കെ പറഞ്ഞില്ലേ? നരകവും സ്വർഗവും ഒക്കെ എപ്പോഴും ഉണ്ട്. വന്നന്നാറ മൗജൂദത്തുൻ അൽയൗമ, അതുകൊണ്ടൊന്നും ഹദീസിനന്ന് കിട്ടിയില്ലേ? കിട്ടിയില്ല. പിന്നെന്താണ്? പിന്നെന്താ? മുറാജഅത്തുൽ ആലിമി അൽ മുതഅല്ലിമി വത്താബിഇ വൽ മത്ബൂഅ്, നേതാക്കന്മാർ അനുയായികൾ നേതാക്കന്മാരോട് വിഷയങ്ങൾ ചോദിക്കാം. സിഎം പറയില്ല, സിഎം എന്ന് പറഞ്ഞു, സിഎം MC എന്ന് എന്താ പറയാ? മന്ത്രിമാരോട് ചോദിക്കുന്നുണ്ടല്ലേ? അവർക്കുള്ള അനുയായികളൊക്കെ ചോദിച്ചാൽ മറുപടിയും പറയണം, ഉണ്ടല്ലേ? പണ്ഡിതന്മാർ ആലിമീങ്ങളോട് ഉസ്താദുമാർ മുതഅല്ലിമീങ്ങൾ ചോദിച്ചു പഠിച്ചോട്ടെ. വൽ ഹഖ് അല സദഖ, നല്ല സദഖയുടെ മേൽ പ്രേരിപ്പിക്കണമെന്നും കിട്ടി. പിന്നാണ് വൽ ബിർരി, ഗുണകരമായ കാര്യത്തിന് മേൽ പ്രേരിപ്പിക്കണമെന്നും കിട്ടി എന്ന്. മാലായഫുഹമു ആയ ഒരു വിഷയമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ഉസ്താദിനോട് ചോദിക്കണം, ചോദിക്കാതിരിക്കരുത് എന്നാണ് ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. தெரிஞ்சிല്ലേ? പിന്നെ ഇനി എന്താ? അന്നലിൽ ഖത്തീബി, ഖത്തീബിനുണ്ട് ഫിൽ ഈദി, പെരുന്നാളൊക്കെ വരുമ്പം അയ്യുഫ്രിദൻ നിസാഅ, പെണ്ണുങ്ങളെ തനിപ്പിക്കാം, ഒരു സ്ഥലത്ത് അവർക്ക് വയൽ പറഞ്ഞു കൊടുക്കാം, ഒരാളിന് പിരിവ് വാങ്ങാം എന്നെല്ലാം കിട്ടി. നിങ്ങൾ വേണം ചെയ്തോളി. അയ്യുഫ്രിദൻ നിസ, പെണ്ണുങ്ങളെ മാറ്റി നിർത്തണം. ഇഖ്തിലാത്ത് പാടില്ല, കരലാൻ പാടില്ല, മാറ്റി വേറെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? പെണ്ണുങ്ങൾക്ക് വയൽ പറഞ്ഞു കൊടുക്കും. ഏത് പെണ്ണുങ്ങൾ? നമ്മളെ നാട്ടിൽ പെണ്ണുങ്ങൾ വരുമോ? പെണ്ണുങ്ങളെ സാമ്പാർ അറിയാനും മറ്റേതറിയാനൊക്കെ പോകും. ഫസാദ് ഇല്ലാതാകുമ്പോഴാണ്. ഇപ്പൊ മഫ്സദത്തിന്റെ കാലഘട്ടം. ഇപ്പൊ പറഞ്ഞ ഇബ്രാഹിം പണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ ഈ കാലഘട്ടം ഹറാമാണെന്ന് പറയേണ്ട കാലഘട്ടമാണ്. പെണ്ണിന്റെ പുറപ്പെടൽ വേണമെന്ന് നടക്കാം. പെണ്ണുങ്ങൾ വേണം ഉണ്ടാക്കുന്നു, അല്ല പിന്നെ ഇപ്പൊ പുറപ്പെടില്ല. അപ്പൊ പിന്നെ വേറെ ഉണ്ടാവും. ഇപ്പൊ സ്വലാത്ത് കളിക്കേക്ക് പോകുന്നില്ല, ദിക്ർ കളിക്കേക്ക് പോകുന്നില്ല, അതിനെന്താ തടയാത്തത്? അത് പെണ്ണുങ്ങൾ പുറത്തു പോകാൻ ഞങ്ങൾ തടഞ്ഞില്ലല്ലോ. ബില്ലിത്തലാഖ് തടഞ്ഞിട്ടുണ്ടോ? പെണ്ണുങ്ങൾ പുറത്തു പോകാൻ പാടില്ല ഏത് കാര്യങ്ങൾക്ക് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്യപുരുഷന്മാർ ഒരുമിച്ച് കൂടൽ വരും, കലരൽ വരും. പെണ്ണുങ്ങൾക്ക് മത്തുലൂബാകുന്ന കാര്യമാകണം. ജമാഅത്തിന്റെ പെണ്ണുങ്ങൾക്ക് മത്തുലൂബല്ലല്ലോ, മനസ്സിലായില്ല? പെണ്ണിന്റെ മത്തുലൂബ്, ജമാഅത്ത് മത്തുലൂബോടെ വീട്ടിലാണ്. നീ വീട്ടിൽ പോയിക്കോ, അത് നിനക്ക് നല്ലത്. തങ്ങളെ ഞങ്ങൾക്ക് പള്ളിയിൽ വരണ്ടേ? ഈ ആണുങ്ങൾ മാത്രം കൊണ്ടുപോയാൽ പ്രതിഫലം മുഴുക്കാൻ. ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വരണ്ടേ? ഞങ്ങൾക്ക് തങ്ങളുടെ കൂടണ്ടേ? അപ്പൊ തങ്ങൾ പറഞ്ഞു ബുയൂത്തുക്കുൻ ഖൈറുല്ലക്കുൻ, നിങ്ങൾക്ക് വീടല്ലേ ഖൈറ്. ഖൈരി ബൈത്തിഹ എന്ന് പറഞ്ഞു, വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഏറ്റവും ഖൈർ. അപ്പൊ അതിന്റെ മഫ്ഹൂം മുഖാലഫ എന്താ? പുറം ഷർറാണ്. അപ്പൊ മത്തുലൂബായൊരു വിഷയമാകണം. ഇത് മത്തുലൂബല്ല, അറ്റിങ്ങൾക്ക് മത്തുലൂബാണ് ഇത് അല്ല. അതുകൊണ്ട് നമ്മളവരെ എതിർക്കുന്നത്. മറ്റേതോ ദുആയ്ക്ക് സമ്മേളനത്തിന് പങ്കെടുത്തു, വയലിന് പങ്കെടുത്തു, കണ്ടില്ലേ? ദീൻ പഠിക്കാൻ വന്ന പെണ്ണുങ്ങളാണ്. വനിതാ ക്ലാസ് ഉണ്ടാക്കിക്കോളി, ആരോടും ഉണ്ടാക്കല്ലേന്ന്. വനിതാ ക്ലാസ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുത്തോളി പെണ്ണുങ്ങൾക്ക്, മനസ്സിലായില്ല? മറ്റൊന്നും ചെയ്യാതിരുന്നതല്ല. ദീൻ പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കാണണ്ടല്ലോ. കാണിയും കേൾക്കൊന്നും വേണ്ടല്ലോ. കേൾക്കുന്നതിന് കുഴപ്പമില്ല, കാണണ്ടല്ലോ. കാണാതെ തന്നെ വനിതാ ക്ലാസ് എടുത്താമല്ലോ. അപ്പൊ റസൂലിന് പോയി വനിതാ ക്ലാസ് തന്നെ നടത്തിയത്. പെണ്ണുങ്ങൾക്ക് വനിതാ ക്ലാസ് എടുക്കുന്നില്ല. വനിതാ ക്ലാസ് ആവണമെന്നേ ഉള്ളൂ. ക്ലാസ് ആവണം. ക്ലാസ് പിന്നെ കുളൂസാവല്ലോ. ക്ലാസ് പിന്നെ കുളൂസാവല്ലോ, അതാ വിഷയം. അവിടാണ് വിഷയം. അതിനെ നമ്മൾ എതിർക്കുന്നത്, അല്ല നമ്മൾ വല്ലതും എതിർക്കുന്നുണ്ടോ? ഇല്ലില്ല. മുത്തഫഖുൻ അലൈഹിയാണോ? എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ? മുത്തഫഖുൻ അലൈഹി റവാഹുൻ നസാഇ മാദഹിൻ എല്ലാം കഴിഞ്ഞോ? അപ്പൊ അങ്ങനെയും പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വേണം, അല്ല? കാരണം എന്താ? അന്ന സദഖത തുകഫിറു ദുനൂബ അല്ലത്തി ബൈനൽ മഖ്ലൂഖി വൽ വഅദു ബികലിമത്തിൻ ഫീഹാ ശിദ്ദത്തുൻ. വഅദൊക്കെ പറയാം, കണ്ടീഷനായിട്ട് അടിച്ച് പൊളിച്ചു പറയാം. ലിഗൈരി മുഅയ്യനി, ഇന്ന ആളെന്ന് പറയില്ല. അതിന് റസൂൽ പറഞ്ഞത്
പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞില്ലേ, യാ മാശറൻ നിസാ, ആണുങ്ങളെ എന്നൊക്കെ പറയാം. എടാ നീ ഇങ്ങനെ ചെയ്യല കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോ അയാളെ നാണം കെടുത്തലാവും, അയാളെ വിഷമിപ്പിക്കല, അത് പാടില്ല. മനസ്സിലായില്ല? അത് വയലല്ല, അതിന് വയലൊന്നല്ല പറഞ്ഞു. പിന്നെ അതിന് അയാളെ കളിയാക്കിയെന്ന് പറയാം. അതൊരു മൊയ്ലാരി ചെയ്യാൻ പാടില്ല ഏട്ടാ. അന്നൽ മുസീബത്ത് ഇതാ അമ്മത്ത്, മുസീബത്ത് വ്യാപമായ ഹാനത്ത്. അൽ മുസീബത്തു അൽ ഫിത്നത്തു നായിമത്തുൻ, അൽ ഫിത്നത്തു നായിമത്തുൻ ലഅനല്ലാഹു മൻ നൈഖലഹാ. റസൂലുള്ളാഹിന്റെ ഹദീസ് ആണ്. ഫിത്ന ഉറങ്ങിക്കിടക്കുക, അതിനെ ഉണർത്തിയാൽ അള്ളാഹിന്റെ ലഅനത്തുണ്ടാവും. മനസ്സിലേ? അവർ ചോദിച്ചു, ഇപ്പൊ ഫിത്ന തുടങ്ങി ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അയാൾ കുറെ ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ്, ബോഡി വേസ്റ്റാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ അതിനൊക്കെ നല്ല നല്ല മറുപടിയൊക്കെ കൊടുത്തൊന്നും ഉണ്ടായിരുന്ന